കെ.ടി. ജലീലിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രസംഗം വളരെ ചർച്ചയാവുകയാണ്. മലപ്പുറത്ത് ഒരു ഇഫ്താർ ചടങ്ങിനിടയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. മദ്രസയിൽ പോയി മതപഠനം നടത്തിയവരാണ് ലഹരി കടത്ത് കേസുകളിൽ കൂടുതലായും പ്രതികളാകുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാമർശം. അതുമാത്രമല്ല, സ്കൂളുകളും കോളേജുകളും ഒക്കെ നോക്കിയാൽ അച്ചടക്കമുള്ളവരും അതുപോലെ മറ്റുള്ളവരെയും അധ്യാപകരെയും ഒക്കെ ബഹുമാനിക്കുന്ന കാര്യത്തിലുമൊക്കെ മുസ്ലിം കുട്ടികളെക്കാൾ കൂടുതൽ ഇതര മതസ്ഥരായ കുട്ടികളാണ് കുറച്ചുകൂടി മുൻപന്തിയിൽ നിൽക്കുന്നത്. ഇത് മതപണ്ഡിതന്മാർ സൂക്ഷിക്കണമെന്നൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. അതിന് പിന്നാലെ അദ്ദേഹത്തിനെതിരെ വലിയ പ്രതിഷേധവും സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ സംസാരമൊക്കെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗത്തിന് താഴെ മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റി അംഗം ഫ്രാൻസിസ് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതും വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ്. വിദ്വേഷപരമായ രീതിയിലുള്ള ഒരു കാര്യമായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ പ്രതിഷേധങ്ങൾക്കൊക്കെ ഒടുവിൽ അദ്ദേഹം അത് പിൻവലിച്ച മാപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യാമോ എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അജിം സർ, യാതൊരുവിധ തെളിവുകളുമില്ലാതെയാണ് കെ.ടി. ജലീലിൻ്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു പരാമർശം വന്നിരിക്കുന്നത്. നമ്മൾ പി.സി. ജോർജിനെ കുറിച്ചൊക്കെ പറയുകയുണ്ടായി കഴിഞ്ഞ കുറേ ദിവസങ്ങൾ, അദ്ദേഹത്തിൻ്റെ വിദ്വേഷ പരാമർശം എന്നൊക്കെ. ഇതും ഒരു തരത്തിൽ വിദ്വേഷ പരാമർശമല്ലേ? കെ.ടി. ജലീൽ ഒരു കോളേജ് അധ്യാപകനായി റിട്ടയർ ആയ ആളാണ്. അദ്ദേഹത്തിൻ്റെ വിഷയം ചരിത്രവുമാണ്. ഇതിനു മുമ്പ് അദ്ദേഹം ഇനി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് പുലിവാല് പിടിച്ച് വേറൊരു സന്ദർഭം കൂടി നമ്മൾ ഓർക്കുന്നുണ്ടാവും. അദ്ദേഹം ഒരു കാശ്മീർ യാത്ര നടത്തിയിട്ട് പാക് ഓക്യുപ്പൈഡ് കാശ്മീരിനെ ആസാദ് കാശ്മീർ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടു. അപ്പോൾ ഇന്ത്യയിലിരുന്നുകൊണ്ട് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ പാക് ഓക്യുപ്പൈഡ് കാശ്മീരിനെ ആസാദ് കാശ്മീർ എന്ന് വിളിക്കുന്നതിൻ്റെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പോലും ശേഷിയില്ലാത്തൊരു മനുഷ്യനാണ് അദ്ദേഹം എന്നാണ് എനിക്ക് അന്ന് തോന്നിയത്. അദ്ദേഹം പിന്നീട് അതിനെ ന്യായീകരിച്ച് വെളുപ്പിച്ച് പിന്നീട് ആ പോസ്റ്റ് തിരുത്തും എന്തൊക്കെയോ ചെയ്തു. അങ്ങനെ ഒരാളാണ് അദ്ദേഹം. PhD ഉള്ള ആളാണ് ചരിത്രത്തിൽ. നമ്മൾ അതൊക്കെ മനസ്സിലാക്കണം. എന്നിരിക്കെ അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പറയുകയാണ്, ഇപ്പോൾ കഴിഞ്ഞൊരു വെഞ്ഞാറമൂട് കൂട്ടക്കൊലയ്ക്ക് ശേഷം സംസ്ഥാനത്തെമ്പാടും നടക്കുന്ന ലഹരി റെയ്ഡിൽ പിടിയിലാവുന്ന ആളുകളുടെ കണക്ക് അദ്ദേഹം നോക്കുകയാണ്. അപ്പോൾ അദ്ദേഹം അത് പിന്നീട് ഫേസ്ബുക്കിൽ വിശദീകരിക്കുന്ന മനോരമയിൽ വന്ന വാർത്ത നോക്കിയിട്ടാണ് ഞാൻ അതിൻ്റെ സ്ഥിതിവിവര കണക്കിലെടുത്തതെന്നാണ്. അദ്ദേഹം പറയുന്നത് ഈ മലബാറിൽ നിന്ന് പിടിയിലായിട്ടുള്ള 200 കേസുകൾ 200 പ്രതികളെ പിടിച്ചതിൽ 61% പേരും മുസ്ലിങ്ങളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ കണക്ക് തന്നെ എവിടെ നിന്നാണ് കിട്ടിയതെന്ന് നമുക്കറിയില്ല. അദ്ദേഹം എങ്ങനെയാണ് പത്രത്തിൽ വന്ന വാർത്ത അനുസരിച്ചാണോ അദ്ദേഹം ആ സ്റ്റാറ്റിസ്റ്റിക്സ് തയ്യാറാക്കി നമുക്കറിയില്ല. മറ്റൊന്ന്, ഈ പിടിയിലായവരെല്ലാവരും എൻ്റെ അന്വേഷണത്തിൽ അവർ മദ്രസ വിദ്യാഭ്യാസം നേടിയവരാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അതെങ്ങനെയാണ് അദ്ദേഹത്തിന് അത് ബോധ്യപ്പെടുക? ഒന്നാമത്, ഈ മദ്രസ വിദ്യാഭ്യാസത്തിന് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടി കുറച്ചായിട്ടുള്ളൂ. ഒരു 10-25 വർഷത്തിൽ കൂടുതലൊന്നും ആയിട്ടില്ല സർട്ടിഫിക്കറ്റ് കിട്ടി തുടങ്ങിയിട്ട്. മറ്റൊന്ന്, അതിൻ്റെ എൻറോൾമെൻറ്റ്, അതിൽ എൻറോൾ ചെയ്യുന്ന ആളുകളുടെ, മദ്രസയിൽ പോകുന്നവർ എൻറോൾ ചെയ്യുന്ന ഡാറ്റ ഇപ്പോൾ വ്യത്യസ്ത സംഘടനകൾ മദ്രസകൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അവരുടെ കീഴിലുണ്ട്, പിന്നെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ കീഴിലുണ്ട്, മുജാഹിദ് വിഭാഗത്തിൻ്റെ ഉണ്ട്, ജമാഅത്ത് ഇസ്ലാമിൻ്റെ ഉണ്ട്. അങ്ങനെ പല സമുദായ സംഘടനകളുടെയും കീഴിൽ മദ്രസകളുണ്ട്. അപ്പോൾ ഈ പേരുമായിട്ട് അദ്ദേഹം, ഈ മനോരമ പത്രത്തിൽ വന്ന പേരുമായി അദ്ദേഹം ഈ സംഘടനകളെ സമീപിച്ച് ഇവരൊക്കെ മദ്രസ വിദ്യാഭ്യാസം നേടിയവരാണോ എന്ന് അദ്ദേഹം നേരിട്ട് പോയി ബോധ്യപ്പെട്ടതാണോ, അതിൽ എന്ത് അന്വേഷണത്തിലാണ് അദ്ദേഹത്തിന് അത് മനസ്സിലായത് എന്നും അറിയില്ല. ഇതിൽ 2 പ്രശ്നമുണ്ട്. ഒന്ന്, പിടിയിലായ 200 പേരിൽ 61% പേരും മുസ്ലിങ്ങളാണെന്ന് പറയുമ്പോൾ മലബാറിൽ ഏതാണ്ട് 40%-ഓളം മുസ്ലിങ്ങളുണ്ട് മൊത്തം ജനസംഖ്യയിൽ. അപ്പോൾ സ്വാഭാവികമായും പിടിയിലാകുന്നതിൽ 40% വരിക സ്വാഭാവികമാണ്. ജനസംഖ്യാനുപാതികമായി പ്രാതിനിധ്യം ലഭിക്കുന്ന ഒരു ഏരിയയാണല്ലോ അത്. 2, അതിലൊരു അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. കേരളത്തിലാണ്ട് 30% ടോട്ടൽ 30% മുസ്ലിങ്ങളുണ്ട്. അപ്പോൾ ടോട്ടൽ ക്രൈം റേറ്റിൽ ഒരു 30% മുസ്ലിങ്ങൾ വന്നാൽ അതിൽ അത്ഭുതപ്പെടാനില്ല. പിന്നെ ഈ കുറ്റകൃത്യങ്ങളിൽ ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുടെ എണ്ണം കൂടുന്നതിന് പിന്നിൽ ഒരു സാമൂഹികമായ കാരണമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് US നോക്കുകയാണെങ്കിൽ US ആഫ്രോ അമേരിക്കൻ വംശജരായ ആളുകൾ കൂടുതലായി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതായും ജയിലിൽ അവരുടെ പ്രാതിനിധ്യം കൂടുതലായിട്ടും കാണാൻ പറ്റും. ഇപ്പോൾ ഇന്ത്യൻ ജയിലുകൾ തന്നെ എടുത്താൽ ഇന്ത്യൻ ജയിലുകളിലുള്ള കൂടുതലും OBC-കാരും അതിൽ ദളിതുകളും മുസ്ലിങ്ങളുമാണ് കൂടുതലായിട്ടുണ്ടാവുക, എണ്ണം വെച്ച് നോക്കുകയാണെങ്കിൽ. അപ്പോൾ ചില പ്രത്യേക കമ്മ്യൂണിറ്റി ക്രൈമിലേക്ക് ചായുന്നതിന് പിന്നിൽ സാമൂഹികമായ കാരണമുണ്ട്. ഒന്ന്, അവരുടെ സാമ്പത്തിക അവസ്ഥ, സാമൂഹിക പിന്നോക്കാവസ്ഥ, വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥ, ഇതെല്ലാം ക്രൈമിലേക്ക് എക്സ്പോസ്ഡ് ആവാനുള്ള സാധ്യത കൂട്ടുന്നൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ ഈ മുസ്ലിം രാഷ്ട്രീയ പാർട്ടികളും മുസ്ലിം സ്വത്വവാദികളൊക്കെ സ്ഥിരം പറയുന്നത് എന്താണ്? മുസ്ലിങ്ങൾക്ക് ഭരണപരമായോ ഉദ്യോഗസ്ഥ തലത്തിലോ പ്രാതിനിധ്യമില്ല എന്ന് പറയുമ്പോൾ ക്രൈമിൽ പ്രാതിനിധ്യമുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യനുണ്ട്. ആ ക്രൈമിൽ പ്രാതിനിധ്യം കിട്ടുന്നത് പോലും എന്തുകൊണ്ടാണ്? അവരുടെ ഈ പിന്നോക്കാവസ്ഥ കൊണ്ടാണ്. ഒന്ന്, രാഷ്ട്രീയമായോ ഉദ്യോഗങ്ങളിലോ പ്രാതിനിധ്യമില്ലാത്തവരാണ് എളുപ്പം ക്രൈമിലേക്ക് പോവുക. വിദ്യാഭ്യാസമായി ഇപ്പോൾ സ്കൂൾ ഡ്രോപ്പ് ഔട്ടുള്ളാവുന്ന ആളുകളായിരിക്കും കൂടുതൽ ക്രൈമിലേക്ക് പോവുക എന്നും പറയപ്പെടുന്നുണ്ട്, പഠനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിലൊന്നും ഒരു അത്ഭുതവുമില്ല. ഇനി മയക്കുമരുന്ന് കേസിൽ മാത്രമായി മുസ്ലിങ്ങളുടെ എണ്ണം കൂടുതലുണ്ടോ എന്ന് വെച്ചാൽ അങ്ങനെ
അങ്ങനെ കൂടുതലാണോ എന്നുള്ള കാര്യത്തിൻ്റെ തെളിവ് പറയേണ്ടത് ജലീലാണ്. ജലീൽ പത്രക്കട്ടിങ്ങുമായി ഇങ്ങനെ മദ്രസ വിദ്യാഭ്യാസം നടത്തുന്ന സമുദായ സംഘടനകളുടെ അടുത്ത് പോയി ഇദ്ദേഹം ഇവിടെ പഠിച്ചതാണോ എന്ന് നേരിട്ട് കണ്ടറിഞ്ഞ ഒരു എംപിരിക്കൽ സ്റ്റഡിയിലൂടെയാണോ അദ്ദേഹം ആ നിഗമനത്തിലെത്തുന്നത് അദ്ദേഹം തന്നെയാണ് വിശദീകരിക്കേണ്ടത്. ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു തെറ്റായ വായനയാണെന്നാണ്. ഇനി രണ്ടാമത്തെ കാര്യം, മദ്രസ വിദ്യാഭ്യാസം കിട്ടിയ ആളുകൾ കുറ്റകൃത്യം ചെയ്യില്ല എന്നൊരു അസംഷനിലെത്തുന്നത് ശരിയല്ല. അതിൻ്റെ കാരണം വെച്ചാൽ മദ്രസയിൽ പഠിപ്പിക്കുന്നത് ധാർമ്മികമായ കാര്യങ്ങളാണ്, മനുഷ്യരെ കുറ്റകൃത്യങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുന്ന കാര്യങ്ങളാണ്, ദൈവത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്തുകൊണ്ട് മനുഷ്യൻ കുറ്റം ചെയ്യരുത്, തെറ്റുകുറ്റങ്ങൾ ചെയ്യരുത് എന്ന് പഠിച്ച ഒരാൾ അത് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ ഒരാളെ എങ്ങനെ ഉൾക്കൊണ്ടുവന്ന അർത്ഥത്തിലാണ്. ഇപ്പോൾ എൻ്റെ പേര് കണ്ടാലോ നിഷാദിൻ്റെ പേരുണ്ടായാലും നിങ്ങൾ മദ്രസയിൽ പോയിട്ടുണ്ടോ എന്ന് ജലീൽ എങ്ങനെയാണ് മനസ്സിലാക്കുക? ഞാൻ എത്രാം ക്ലാസ് വരെ മദ്രസയിൽ പഠിച്ചിട്ടുണ്ടെന്ന് ജലീലിന് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക? എൻ്റെ നാട്ടിൽ പോയിട്ട് മദ്രസയിൽ പോയി അന്വേഷിച്ച ആൾ പഠിച്ചിട്ടുണ്ടോ എന്ന്. അപ്പോൾ അത്തരത്തിലുള്ള വർത്തമാനത്തിൽ കാര്യമില്ല. ഇനി മദ്രസയിൽ പഠിച്ച എല്ലാവരും എന്താണ് പൂർണ്ണ ധാർമ്മികവൽക്കരിക്കപ്പെട്ട് കുറ്റമൊന്നും ചെയ്യാതെ സമ്പൂർണ്ണ അനുസരണയുള്ള പൗരന്മാരായി ജീവിക്കുന്ന സ്ഥലമൊന്നുമല്ല അത്. മദ്രസയിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ പഠിക്കുന്നതാണ്. പിന്നീട് അവരുടെ തോട്ട് പ്രോസസ് ഇവോൾവ് ചെയ്യും. നമ്മൾ മദ്രസയിലെ സ്കൂളിൽ പഠിച്ച കാര്യങ്ങളല്ലോ നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. നമ്മുടെ ചിന്ത എന്ന് പറഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞ് എത്രയോ വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മദ്രസയിൽ 10ാം ക്ലാസ് വരെ 12ാം ക്ലാസ് വരെ പഠിച്ച ഒരാൾ കുറേ കൂടി മുതിർന്നു കഴിയുമ്പോൾ അവൻ്റെ ടീനേജ് കഴിയുമ്പോൾ അവൻ്റെ ചിന്ത മാറും. ചിലർ നിരീശ്വരവാദികളായി മാറും, ചിലർ മതമേ ഉപേക്ഷിക്കും, ചിലർ കൂടുതൽ മതബോധമുള്ളവരാകും. മനുഷ്യൻ ഇവോൾവ് ചെയ്ത് വരുന്നതാണ്. അതുകൊണ്ട് മദ്രസയിൽ പഠിച്ച എല്ലാവരും നാളെ മുതൽ പൂർണ്ണ ധാർമ്മിക ജീവിതം നയിക്കേണ്ടവരാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. മദ്രസ വിദ്യാഭ്യാസം കൊണ്ട് മാത്രം മനുഷ്യരെ കുറ്റകൃത്യങ്ങളൊന്നും തടയാൻ കഴിയില്ല. ഈ പറഞ്ഞ 3 വായനയിലും ജലീലിന് പിശക് പറ്റിയിരിക്കുന്നു. എനിക്കതിൽ അത്ഭുതമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മുൻകാല ഇത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു നിലവാരം ശരിവെക്കുന്നതുകൊണ്ട് എനിക്കതിൽ അത്ഭുതം തോന്നിയിട്ടില്ല. നിഷാദ്, ഈ ലഹരിയുടെ വിപത്ത് ഇപ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവുന്നുണ്ട്, അതിനെതിരെ പ്രതികരിക്കുന്നുമുണ്ട്, ഇപ്പോൾ പ്രവർത്തനങ്ങളിലേക്കൊക്കെ കടന്നിട്ടുമുണ്ട്. പക്ഷേ ഈ ഒരു വിഷയത്തെ മതവുമായി കൂട്ടിക്കലർത്തേണ്ട ഒരു കാര്യമാണോ? അതും ജലീലിനെ പോലൊരു പൊതുപ്രവർത്തകൻ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അതിലിപ്പോൾ അജിംസ് നേരത്തെ പറഞ്ഞില്ല, അതായത് ജലീൽ കേരളത്തിലെ പല വിവാദങ്ങളിലും അല്ലെങ്കിൽ പല സന്ദർഭങ്ങളിലും അദ്ദേഹം പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങൾ പലപ്പോഴും അപക്വമായി പോകും നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതൊരു വിഷയത്തെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹിന്ദു പോലീസുകാരെ പിരിച്ചുവിട്ടത് പിണറായി വിജയൻ സർക്കാരാണ് എന്ന് ലേഖനം എഴുതിയ ആളാണ്. ഏറ്റവും കൂടുതൽ ഹിന്ദു പോലീസുകാരെ പിണറായി വിജയനാണ് പിരിച്ചുവിട്ടത്. അതുകൊണ്ട് പിണറായി വിജയൻ ഒരു ഹിന്ദു പ്രീണനമുള്ള ആളാണെന്ന് നിങ്ങൾ വിചാരിക്കാൻ പാടില്ല എന്ന ന്യായവാദം നിരത്താൻ രണ്ടാമതൊന്നും ആലോചിക്കാത്ത ആളാണ് അദ്ദേഹം. അധ്യാപകൻ കൂടിയായ അദ്ദേഹം കേരളത്തിലെ ഒരു ടെലിവിഷൻ ഷോയെക്കുറിച്ച് പറഞ്ഞത്, ആ ടെലിവിഷൻ ഷോയിൽ മുസ്ലിങ്ങളാണ് 2 പേർ വിശ്വാസതയ്ക്ക് വേണ്ടി ഒരു ഹിന്ദുവിനെ നടുക്കിയിരുത്തുമെന്നാണ്. മുസ്ലിങ്ങൾക്ക് വിശ്വാസതയില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ആളാണ് അദ്ദേഹം. മുസ്ലിം ഐഡൻറ്റിറ്റിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ വിശ്വാസതയ്ക്ക് വേണ്ടി ഹിന്ദുവിനെ നടുക്കിയിരുത്തിയാലേ അവർക്ക് വിശ്വാസ്യത കിട്ടും, അതിനവർ ചെയ്യുന്നു എന്ന് പറഞ്ഞ ആളാണ്. അപ്പം ഒരു വിശ്വാസ്യത വേണമെങ്കിൽ മുസ്ലിങ്ങൾക്ക് അത്ര വിശ്വാസ്യത, അവർ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു ജെനുവിനിറ്റി, ഒരു ആധികാരികത ഒന്നും ഇല്ല എന്ന് സ്വയം വിചാരിക്കുന്ന ഒരു പരിമിതജ്ഞാനിയായ മനുഷ്യനാണ് അദ്ദേഹം. അതാണ് ഏറ്റവും നല്ല വാക്കെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം എല്ലാ കാര്യത്തിലും വളരെ ഉദാത്തമായ സംഗതികൾ പറയുമെന്ന് നമ്മൾ വിചാരിക്കാനേ പാടില്ല എന്നാണ് നമ്മൾ ആദ്യം കാണേണ്ട കാര്യം. അപ്പോൾ ആ ഗൗരവം അതിന് കൊടുക്കാൻ പാടുള്ളൂ. രണ്ടാമത് ഈ പറഞ്ഞ പോലെ ഏത് ഡേറ്റയെ വെച്ചിട്ടാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രി പറഞ്ഞു, ലഹരിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ലഹരി ഒരു വലിയ വിപത്താണ്, അത് പൊതുവായി നമ്മുടെ സമൂഹത്തെ ബാധിച്ചിട്ടുള്ള ഒന്നാണ്. അതിനെ നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെയും മതത്തിൻ്റെയും ഒന്നും കണ്ണുകളിലൂടെ കാണാൻ പാടില്ല. അങ്ങനെ കണ്ടാൽ നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയാതെ വരും. ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തെ ബാധിച്ചതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗം നടപ്പിലാക്കുന്നതോ ആയിട്ടുള്ള പ്രശ്നമല്ല ഇത്. ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി നടപ്പിലാക്കുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഇരകളാക്കപ്പെട്ടതോ ആയിട്ടുള്ള ഒന്നല്ല. എല്ലാ വിഭാഗം ആളുകളെയും ഇത് ബാധിച്ചിട്ടുണ്ട്. ഇത് ഉപയോഗിക്കുന്ന ആളുകളെ, ഇതിൻ്റെ പേരിൽ ക്രൈം ചെയ്യുന്ന ആളുകളെ ഇരകളെന്നാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ വിശേഷിപ്പിച്ചത്. അപ്പോൾ അതിനകത്ത് നമ്മുടെ രാഷ്ട്രീയവും മതവും കാണാൻ പാടില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നു. ഇതിന് മുൻപ് പാലായിലെ ബിഷപ്പ് നർക്കോട്ടിക് ജിഹാദ് എന്ന ഏർപ്പാട് ഇവിടെ നടക്കുകയാണ്. അതിന് മുസ്ലിം ചെറുപ്പക്കാർ മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് ക്രിസ്ത്യൻ യുവതികളെ തട്ടിക്കൊണ്ടുപോകാൻ പദ്ധതി ഉണ്ടാക്കുമെന്ന് പറഞ്ഞപ്പം ഇദ്ദേഹത്തിൻ്റെ നേതാവായ മുഖ്യമന്ത്രി തന്നെ കേരളത്തിലെ ലഹരി കേസുകളുടെ വിശദാംശങ്ങൾ ആകെ വിവരിച്ചുകൊണ്ടൊരു പ്രസ് മീറ്റ് നടത്തി. എന്നിട്ട് മാന്യമിത്രങ്ങളെ, ഇത് ഏതെങ്കിലും ഒരു സമുദായവുമായി ബന്ധപ്പെട്ട കാര്യമല്ല, ഏതെങ്കിലും ഒരു സമുദായത്തെ മാത്രമായിട്ട് ലഹരി കേസിനകത്ത് നിങ്ങൾക്ക് പെടുത്താൻ കഴിയില്ല എന്ന് ഈ കേരളത്തോട് 1 മണിക്കൂർ നീണ്ട വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ പിടിക്കപ്പെടുന്ന കേസുകളിലെല്ലാം മുസ്ലിങ്ങളാണ്. അതുകൊണ്ട് മദ്രസ വിദ്യാഭ്യാസത്തിന് നേതൃത്വം കൊടുക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജലീൽ പറയുന്നത്. പിടിക്കപ്പെടുന്ന കേസുകൾക്കകത്ത് ഇപ്പോൾ നേരത്തെ അജ്മീറിലെ മലപ്പുറത്ത് 40% മുസ്ലിങ്ങളുണ്ട്. അങ്ങനെ സ്വാഭാവികമായിട്ടും പിടിക്കപ്പെടുന്നിടത്ത് മുസ്ലിം പേരുകാരും കാണും. അപ്പം മുസ്ലിം പേരുകൾ പിടിക്കപ്പെടുന്ന കേസുകൾക്കകത്ത് മുസ്ലിം പേരുകൾ മാത്രം കാണുമ്പോൾ സവിശേഷമായി ശ്രദ്ധിക്കാൻ തോന്നുന്നതിൽ പോലും ഒരു പൊളിറ്റിക്കൽ പ്രശ്നമുണ്ട്.
സാധാരണ നമ്മൾ രാവിലെ പത്രം എടുത്ത് വായിച്ച് നോക്കുമ്പോൾ ജലീൽ കുറേ പേരുടെ പേരുകൾ കാണുന്നു. അതിൽ മുസ്ലിം അല്ലാത്തവരുടെ പേരുകൾ കാണുമ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. മറ്റേത് വായിച്ച് നോക്കുമ്പോൾ അതിനകത്ത് ഏതെങ്കിലും മുസ്ലിം പേര് കണ്ടാൽ ആ ക്രൈം എന്താണ്, ആ ക്രൈമുമായി ബന്ധപ്പെട്ട പശ്ചാത്തലം എന്താണെന്ന് പരിശോധിക്കാതെ അതിലെ പേരിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകുന്നത് പോലും ഇപ്പോഴത്തെ സാമൂഹിക ക്രമത്തിൻ്റെ, ഇപ്പോഴത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റാണ്. അതായത് പിടിക്കപ്പെടുന്ന മനുഷ്യരുടെ പേരുകളിലേക്ക് പോവുക. അങ്ങനെ കൊണ്ടുപോകാൻ ഒരു വലിയ പ്രവർത്തനം നടത്തുന്നു. ആര്? കാസ എന്ന് പറയുന്ന സംഘടന ഉണ്ടല്ലോ, ക്രിസ്ത്യാനികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന സംഘ്പരിവാർ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു തീവ്ര ഹിന്ദുത്വ സംഘടനയാണ്, അല്ല ഒരു വർഗീയ സംഘടനയാണ്. അവരുടെ ഇടക്കാലത്തെ പ്രധാന പണി ഇതായിരുന്നു. ഒരു ദിവസം രാവിലെ പത്രം എടുത്ത് വായിച്ച് നോക്കിയിട്ട് പത്രത്തിൽ വരുന്ന വാർത്തകൾക്കകത്തെല്ലാം ക്രൈം കേസുകളെടുത്ത് അതിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ പ്രതികളുണ്ടെങ്കിൽ അതിൻ്റെ അതിൻ്റെ ഒരു കോപ്പി കട്ട് ചെയ്തെടുത്തിട്ട് അത് പോസ്റ്റ് ചെയ്യുക. നോക്കൂ, രക്ഷയില്ല മുസ്ലിങ്ങളെ കൊണ്ട്, ഇവർ വലിയ ക്രിമിനൽ പ്രവർത്തനമായിട്ട് പോവുകയാണെന്ന് പറഞ്ഞ്. അങ്ങനെ നിരന്തരമായി കാസ ഉൽപ്പാദിപ്പിച്ചെടുത്തുള്ള ഒന്നുണ്ട്. ഈ പ്രധാനപ്പെട്ട ക്രൈം കേസുകളെല്ലാം മുസ്ലിങ്ങളാണ് പ്രതികൾ, മുസ്ലിങ്ങളെ കൊണ്ട് ജീവിക്കാൻ രക്ഷയിലായിരിക്കുന്നു. അപ്പോൾ കാസയുടെ ലേഖനങ്ങളും ഫേസ്ബുക്ക് കുറിപ്പുകളും വായിച്ചും പഠിച്ചിട്ടാണോ അദ്ദേഹത്തിന് ഈ ആശയക്കുഴപ്പം ഉണ്ടായിട്ടുള്ളതെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ജലീലിനെ പോലെ ഒരാൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുമ്പോൾ, ഇനി അദ്ദേഹത്തിന് നല്ല ബോധ്യമുള്ള കാര്യമായപ്പോലും സ്റ്റേറ്റ്മെൻറ്റ് നടത്തുമ്പോൾ അത് ഇപ്പോഴത്തെ ആ സാമൂഹ്യ ക്രമത്തിൽ എങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുക എന്ന് പരിശോധിക്കാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഇതാ PC ജോർജ് പറയുകയാണ്, ജലീൽ പറയുന്നത് കറക്റ്റ് കാര്യമാണ്, ഞാനും PC ജോർജും ഞാനും ജലീലും ബിഷപ്പും എല്ലാം പറയുന്ന ഒരേ കാര്യമാണ്. അങ്ങനെ ഈ നാടിൻ്റെ ശത്രുക്കളായ വർഗീയവാദികൾക്ക് എടുത്തുപയോഗിക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ആയുധം ഇടയ്ക്കിടയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളായി ഇടതുപക്ഷ ചേരിയിലുണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരാൾ മാറുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബോധ്യം, സമൂഹത്തെക്കുറിച്ചുള്ള കരുതൽ, നമ്മുടെ സമൂഹം ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്ന പ്രശ്നത്തിൻ്റെ ആഴം, ഇതൊന്നും ശരിയാവണ്ണം മനസ്സിലാക്കാൻ ശേഷിയില്ലാത്ത പരിമിതജ്ഞാനത്തെ മുൻനിർത്തിക്കൊണ്ട് അഭിപ്രായങ്ങൾ പറയുക, കമൻറ്റുകൾ പറയുക, ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. എന്താണ്, എല്ലാവരും നന്നാവണമെന്നൊക്കെ പറയുന്ന വലിയ ഉദ്ദേശത്തോടെ സംസാരിക്കുന്നു തോന്നുന്നു തന്നെ, നന്നാവണം എന്നുള്ള ആഗ്രഹത്തോടെ സംസാരിക്കുന്നൊക്കെ അദ്ദേഹം വിചാരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അദ്ദേഹം കൊടുക്കുന്ന സംഭാവന, ഇപ്പോഴത്തെ വർഗീയ രാഷ്ട്രീയക്കാർക്ക് കൊടുക്കുന്ന സംഭാവന അപകടകരമാണെന്ന് അദ്ദേഹം ഓർക്കണം. പിന്നെ മറ്റൊന്ന്, ഏരിയ കമ്മിറ്റി അംഗത്തിൻ്റെ മറന്നുപോകാൻ പാടില്ലാത്തതാണ്. മുസ്ലിങ്ങൾ ആണ് ഏറ്റവും കൂടുതൽ ക്രൈം കേസുകളിൽ പെട്ടിരിക്കുന്ന ആളുകൾ. 5 നേരം പള്ളിയിൽ പോയി നിസ്കരിച്ച ഇതെല്ലാം ഇല്ലാതായി പൊക്കോളൂന്ന് അവർ വിചാരിക്കുന്നുണ്ടെന്ന് ഏരിയ കമ്മിറ്റി അംഗം എഴുതി വെച്ചിരിക്കുകയാണ്. ഈ പോസ്റ്റിന് താഴെയാണ്. അപ്പോൾ എന്താണ്, ഇപ്പോൾ CPM പോലൊരു പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അകത്ത് നിൽക്കുന്ന ഒരാൾ, മുസ്ലിങ്ങളാണ് ക്രൈമിൻ്റെ ആളുകൾ, അവർ പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ ശരിയാവും, പിന്നെ അവരുടെ നോമ്പിനെ ആക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് പിന്നെ അദ്ദേഹം മാപ്പ് പറഞ്ഞു? മാപ്പ് പറയാനുള്ള കാരണം അത് എല്ലാവരും അറിയുകയും വലിയ വിമർശനം ഉയർന്നു വരികയും ചെയ്തു. അപ്പോൾ സ്വന്തം കോമ്രേഡ്സ്, ഒന്ന് ഇടതുപക്ഷ സഹചാരിയായിട്ടുള്ള ജലീൽ, പാർട്ടി കോമ്രേഡായിട്ടുള്ള ഒരു ഏരിയ കമ്മിറ്റി അംഗം, ഇവരൊക്കെ ഇത്തരം മുസ്ലിം വിരുദ്ധ ഉള്ളിലുള്ള വെറുപ്പ് തുറന്നു പറയാൻ, അല്ലെങ്കിൽ ഒരു മടിയും കൂടാതെ പൊതുമണ്ഡലത്തിൽ അവതരിപ്പിക്കാൻ എന്തുകൊണ്ട് തയ്യാറാവുന്നു? ഇനിയിപ്പോൾ പിൻവലിച്ചാൽ തന്നെയും അവരുടെ ഉള്ളിലുള്ള അവർ മനസ്സിലാക്കി വെച്ചേക്കുന്ന എന്താണ്? അത് ഈ സമൂഹത്തിനകത്ത് ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു മുസ്ലിം വിരുദ്ധ പരിതസ്ഥിതിയുടെ ഉപോൽപ്പന്നമാണ്. അത് ഞങ്ങളുടെ സഖാക്കളിലേക്കും പടർന്നു കയറിയിട്ടുണ്ട്. ഇപ്പോൾ കാസ പോലെയുള്ള സംഘടനകളെ മൃദുവായ ഭാഷയിൽ മാത്രം തള്ളിപ്പറയുകയും അതിനുവേണ്ടി അതിനെ എക്സ്പോസ് ചെയ്യാൻ സമയം ചെലവഴിക്കാതിരിക്കുകയും ചെയ്യേണ്ട കാണേണ്ട കാര്യം, ഈ CPIM എന്ന് പറയുന്ന പാർട്ടിയിൽ തന്നെ ഒരു വിഭാഗം മനുഷ്യരെ അതിൻ്റെ ആശയങ്ങൾ പിടികൂടി തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചുകൊണ്ടാണ് ലോക്സഭാ ഇലക്ഷനിൽ തോറ്റുപോയത് എന്ന് പാർട്ടിക്കാർ തന്നെ സ്വയം പറഞ്ഞു നടക്കുന്നത് കാണുന്നത്. അപ്പോൾ ജലീലിനെ കൊണ്ടും ഏരിയ കമ്മിറ്റി അംഗത്തെ കൊണ്ടൊക്കെ CPM മനസ്സിലാക്കാൻ കുറേ കാര്യങ്ങളുണ്ട്. എന്താണ് ശരിക്കും നമ്മൾ നേരിടുന്ന ക്രൈസിസ് എന്ന് കൂടി അവർക്ക് പരിശോധിക്കാനുള്ള ടൈമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, അത് കൃത്യമായി മനസ്സിലാക്കേണ്ടത് തന്നെയാണ് അത്യാവശ്യം.